ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എക്സൈസ് 16.3 ആണ്. +1 മാത്തമാറ്റിക്സിലെ 16ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3ാമത്തെ എക്സസൈസ് ആണ്. സോ ഇതിന് മുൻപ് നമുക്ക് പഠിക്കാനുള്ളത് ആക്സിയോമാറ്റിക് അപ്രോച്ച് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് മൂന്ന് ആക്സിയോംസ് അല്ലെങ്കിൽ മൂന്ന് റൂൾസ് ഉണ്ട് എന്തിന് പ്രോബബിലിറ്റീനെ അസൈൻ ചെയ്യാൻ. സോ ഒന്നാമത്തെ പറയുന്നത് എന്താണ്, എനി ഇവൻറ്റ് that occurs, if any event occurs, the probability of the occurrence is always greater than 0 or equal to 0. അതുപോലെ തന്നെ നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്നും സാമ്പിൾ സ്പേസ് എന്താണ്, അതേപോലെ ഇവൻറ്റ് എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണ്, ഒന്നിലധികം ഔട്ട്കംസ് അതായത് ഏതൊരു എക്സ്പെരിമെൻറ്റിലും ഒന്നിലധികം ഔട്ട്കം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എത്രാമത്തെ എക്സ്പെരിമെൻ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ ഔട്ട്കം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്. ഇതാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂണിവേഴ്സൽ സെറ്റായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുന്നത് പോലെയാണ് നമ്മളിവിടെ സാമ്പിൾ പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ ഇനി ഈ ആക്സിയംസ്, മൂന്ന് ആക്സിയംസ് വരുന്നത് എന്താണ്, ഏതൊരു ഇവൻറ്റും അതിൻ്റെ പ്രോബബിലിറ്റി ഒക്കർ ചെയ്യുന്നതിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ സീറോനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ദി സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് = 1 ആയിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ ഇഫ് ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, ദെൻ പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ എഫ് = പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് ആയിരിക്കും. ഇതും സെറ്റിലുള്ള അതേ കൺസെപ്റ്റാണ്. നമുക്ക് ഇൻ്റർസെക്ഷൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻ്റർസെക്ഷൻ, അതായത് രണ്ട് ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ഈ ആ ഇവൻറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5യുടെ പ്രോബബിലിറ്റി, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ സെറ്റാണ്. അപ്പോൾ സെറ്റിനകത്തൊന്നുമില്ല എന്ന് വെച്ചാൽ സാമ്പിൾ പോയിൻറ്റ്സ് ഒന്നുമില്ല. ദെൻ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മളുടെ ഈ യൂണിയൻ എ യൂണിയൻ ബി = എ പ്ലസ് ബി പ്ലസ് മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ് = പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് എഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അത് 0 ആണ്. സോ നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. അത്രേ കൂടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ആക്സിയം എന്ന് പറയുന്നത് ഇനി ഇവൻറ്റ് വിച്ച് ഇറ്റ് ഈസ് പ്രോബബിലിറ്റി is always greater than or equal to 0, and then the probability of the sample space always is equal to 1, and if two events are mutually exclusive, then probability of union f is equal to sum of their probability. then ഇതിനകത്ത് പറയുന്നുണ്ട് പ്രോബബിലിറ്റി പി ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. പ്രോബബിലിറ്റി എന്നാൽ ഇറ്റ്സ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എസിൻ്റെ പവർ സെറ്റ്, അതായത് സാമ്പിൾ സ്പേസിൻ്റെ പവർ സെറ്റാണ്. ദെൻ അതിൻ്റെ റേഞ്ച് വരുന്നത് ഇൻ്റർവൽ 0 to 1 ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആക്സിയംസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു 3 ആക്സിയംസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ് പ്രോബബിലിറ്റി ഓഫ് എനി ഇവൻറ്റ്, അല്ലെങ്കിൽ ഏതൊരു ഔട്ട്കമ്മിൻ്റെയും, ഇത് സാമ്പിൾ സ്പേസിലുള്ള ഏതൊരു സാമ്പിൾ പോയിൻറ്റിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് ഇൻ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. അതേപോലെ തന്നെ ദെൻ നമ്മൾ പി ഓഫ് എസ്, അതായത് സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി 1 ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ സം ഓഫ് പ്രോബബിലിറ്റി 1 ആയിരിക്കും. ദെൻ ഇനി ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, സം ഓഫ് സാമ്പിൾ പോയിൻറ്റ്സിൻ്റെ സം ഓഫ് പ്രോബബിലിറ്റീസ് ഓഫ് സാമ്പിൾ പോയിൻറ്റ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ്, which of the following cannot be valid assignment of probabilities for outcome of sample space S? അപ്പോൾ ഇത് തന്നിട്ടുള്ള S എന്ന് പറയുന്നത്, അതായത് ω1 മുതൽ ω7 വരെ സാമ്പിൾ പോയിൻറ്റ്സ് ഉള്ള ഈ ഒരു സെറ്റ് സാമ്പിൾ സ്പേസിൻ്റെ വാലിഡ് അല്ലാത്ത പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഈ 5 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ω1ൻ്റെ പ്രോബബിലിറ്റിയാണ് തന്നിട്ടുണ്ടാവുക. 0.1, അടുത്തത് 1/100, അടുത്തത് 5/100, 3/100, ആൻഡ് ഇവിടെ 1/100, 2/10, 6/10.
ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒന്നാമത്തെ ആക്സിയം പ്രോബബിലിറ്റി ഓഫ് എനി ഇവൻറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എന്താണ് ഇതിനകത്തൊന്നും 0 അല്ല, എല്ലാം എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഒന്നാമത്തെ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിനടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സം ഓഫ് പ്രോബബിലിറ്റീസ് ഓഫ് ദി സാമ്പിൾ സ്പേസ് എന്തായിരിക്കും, അതായത് എല്ലാ ഇവൻസിൻ്റെയും ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് 1 ആയിരിക്കും. ഇത് 1 ആണോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഭാഗത്ത് എന്താണ് 1/10 പ്ലസ് 1/100 പ്ലസ് 5/100 പ്ലസ് 3/100 പ്ലസ് 1/100 പ്ലസ് 2/10 പ്ലസ് 6/10. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെല്ലാം 100 ആക്കാം. ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. എന്തായിട്ടുണ്ട്, എല്ലാം ഡിനോമിനേറ്റർ സെയിം ആയിട്ടുണ്ട്. സോ ഇവിടെ 10, ദെൻ ഇവിടെ 20, ഇവിടെ 60. അപ്പോൾ എത്ര ആയിട്ടുണ്ട് 60, 70, ദെൻ 90 ആയിട്ടുണ്ട്. ദെൻ 1, 5, 3, 1. അപ്പോൾ ഇതും കൂടി 8 ഇവിടെ 9, 10 പ്ലസ് 10 ഇസിക്വൽ ടു എന്താണ് നമുക്ക് കിട്ടും 100/100 ഇസിക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ എന്താണ് സം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് സാമ്പിൾ പോയിൻറ്റ്സ് ആണ് ഈ ω1 മുതൽ ω7 വരെ തന്നിട്ടുള്ളത്. അപ്പോൾ സം ഓഫ് പ്രോബബിലിറ്റി ഓഫ് ദി സാമ്പിൾ പോയിൻറ്റ്സ് എന്താണ് ഇസിക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ സെക്കൻഡ് ആക്സിയം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. സോ ഇത് നമുക്ക് എന്താണ് വാലിഡ് ആയിട്ടുള്ള അസൈൻമെൻ്റ് ആണെന്ന് പറയാം. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് രണ്ടാമത്തെ തന്നിട്ടുള്ളത് എന്താണ് 1/7 അപ് ടു എന്താണ് 1, 2, 3, 7 തന്നിട്ടുണ്ട്. അത് നോക്കാണ്ട് തന്നെ അറിയാമല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആക്സിയം എന്താണ് ദ പ്രോബബിലിറ്റി ഓഫ് എനി ഇവൻറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് 1/7 പ്ലസ് അപ് ടു 7 വരെ. അപ്പോൾ 7/7 ഈസ് ഈക്വൽ ടു എത്രയാണ് 1 ആണ്. സോ സം ഓഫ് പ്രോബബിൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് അതും 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും എന്താണ് ഒരു വാലിഡ് അസൈൻമെൻ്റ് ആണ്. ഇന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തെന്താണ് 1/10, 2/10, 3/10, 4/10, 5/10, 6/10, 7/10 തന്നിട്ടുണ്ട്. ഇത് നോക്കി നോക്കാം. ഇവിടെ എന്താണ് എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സം ഓഫ് പ്രോബബിലിറ്റി 1 ആണോ എന്ന് നോക്കണം. അപ്പോൾ തന്നിട്ടുള്ള ഏതൊക്കെയാണ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അതായത് ഇപ്പോൾ 0.1 എന്ന് പറഞ്ഞാൽ 1/10 ആണ്, 0.2 എന്ന് പറഞ്ഞാൽ 2/10 ആണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, ദെൻ 3, ദെൻ 4, അത് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത എന്താണ് 5 പ്ലസ് 6 പ്ലസ് 7. ഇവിടെ നോക്കുകയാണെങ്കിൽ 13 പ്ലസ് 5 എത്രയാണ് 18 എന്ന് വരും. 10 ഈസ് ഈക്വൽ ടു 28/10 എന്ന് കിട്ടും. അത് 2.8 ആണ് കിട്ടുന്നത്. 1 ഗ്രേറ്റർ. സോ എന്താണ് 0 to 1 ആയിരിക്കണം എന്ത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് അത് സാറ്റിസ്ഫൈ സം ഓഫ് പ്രോബബിലിറ്റി 1 ആയിരിക്കണം. അതുപോലെ തന്നെ പ്രോബബിലിറ്റി 0 to 1 ആയിരിക്കണം. അപ്പോൾ 0 ഗ്രേറ്റർ ആണ്, പക്ഷേ എന്താണ് 1 കൂടുതലാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എൻ വാലിഡ് അസൈൻമെൻറ്റ്. ഇതിനടുത്ത് ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് -0.1 ഉണ്ട്, 2.2, 3.3, 0.4, -0.2, 0.1, 0.3. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് ഒരു ഇൻവാലിഡ് അസൈൻമെൻ്റ് ആണ്. ബിക്കോസ് എന്താണ് പ്രോബബിലിറ്റി എപ്പോഴും എന്താണ് 0ക്കും 1നും ഇടയ്ക്ക് എടുക്കണം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് രണ്ടെണ്ണം മൈനസാണ് എടുക്കുന്നത്. അതായത് 1/10 -1/10ഉം -2/10ഉം അങ്ങനെ ഒരു പ്രോബബിലിറ്റി എന്താണ് ഏതൊരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് എന്ന് പറയുന്നത് ഓൾവേസ് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. 0 ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഒരിക്കലും എന്താണ് 0 താഴെ ആവില്ല. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1/14 ഇവിടെ ഒരു എണ്ണം തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം എന്താണ് 0 ഗ്രേറ്റർ ആണ്, നെഗറ്റീവ് വാല്യൂസ് ഒന്നുമില്ല. ഫസ്റ്റ് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം ഇൻ ബിറ്റ്വീൻ 1 ആണോ നോക്കാം. അപ്പോൾ എത്രയാണ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 15 എന്നാണ് തന്നിട്ടുള്ളത്. നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, ദെൻ 3, ഇത് എത്രയാണ് 6 ആണ്, ഇത് 10 ആണ്. ദെൻ ഇവിടെ ഒരു 15 കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു 5 കിടക്കുന്നുണ്ട്, പ്ലസ് 20 പ്ലസ് ഒരു 6. അപ്പോൾ എത്രയാണ് 36/14 എന്ന് വരും. 36/14 എന്ന് വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം. അപ്പോൾ 18/7 എന്ന് വരും.
ഇതും എന്താണ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഇതും എന്താണ് വാലിഡ് ആയിട്ടുള്ള ഒരു അസൈൻമെൻ്റ് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കോയിൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ് ലീസ്റ്റ് വൺ ടെയിൽ ഒക്കേഴ്സ്? അവിടെ 2 കോയിൻ ടോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ടെയിലെങ്കിലും ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് റാൻഡം എക്സ്പെരിമെൻറ്റ്സ് എങ്ങനെയാണെന്നോ അതിൻ്റെ സാമ്പിൾ സ്പേസ് എങ്ങനെ വരിക എന്നൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇനി ഓരോ ഇവൻറ്റും ഒക്കർ ചെയ്യാനുള്ള എന്താണ് പറയുന്നത് ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്തോരം എത്രമാത്രം പോസിബിളാണ് അല്ലെങ്കിൽ ഓരോ ഇവൻറ്റും ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തോരം എന്നുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇവിടെ ഈ ഒരു അക്സിയോമാറ്റിക് അപ്രോച്ച് ഓഫ് പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ട് കണ്ടെത്തുന്നത്. സോ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് വരുന്നത് എന്താണ് എച്ച് എന്ന് വരും, ദെൻ HT എന്ന് വരും, TH എന്ന് വരും, ദെൻ TT എന്ന് വരും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് അറ്റ്ലീസ്റ്റ് 1 ടെയിലാണ്. അപ്പോൾ ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത് ഒരു ടെയിലെങ്കിലും ഉള്ള സാമ്പിൾ പോയിൻ്റാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു സെറ്റ് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ എന്നുള്ളതിന് നമുക്കൊരു ഈവൻ്റ് ആയിട്ട് എടുക്കാം. ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനകത്ത് എച്ച് എന്നുള്ളതിനകത്ത് ടെയിലൊക്കെ അറിയുന്നില്ല. ദെൻ HTയിൽ ടെയിലുണ്ട്, സോ നമുക്കത് ചൂസ് ചെയ്യാം. ദെൻ അടുത്തത് എന്താണ് THൽ ഒരു ടെയിലുണ്ട്, നമുക്കത് ചൂസ് ചെയ്യാം. ഇവിടെ 2 ടെയിലുണ്ട്, അറ്റ്ലീസ്റ്റ് 1 ടെയിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം P of A എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സം ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഇറ്റ്സ് സാമ്പിൾ പോയിൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് സാമ്പിൾ പോയിൻ്റ് 3 എണ്ണം വരുന്നുണ്ട്. ഇതിനകത്ത് ഈ HT ഒക്കർ ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 4 ഔട്ട്കംസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ HT വരാനുള്ള പോസിബിലിറ്റി 1/4 ആണ്. ദെൻ അടുത്തത് TH വരാനുള്ള പോസിബിലിറ്റി 1/4 ആണ്. ദെൻ അടുത്തത് TT അതിനും വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/4 ആണ്. നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ആണ്. സോ നമുക്ക് ഇവിടെ ഞാൻ എന്ന് വെറുതെ എഴുതിയതാണ്. P of E ആണ് നമ്മൾ കാണേണ്ടത്. സോ P of E ഈസ് ഈക്വൽ ടു എത്രയാണ്? 3/4 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സാമ്പിൾ പോയിന്റ് മീൻസ് സാമ്പിൾ സ്പേസ് നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞാൽ അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു ഇവൻറ്റ് എങ്ങനെയാവണം എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ അങ്ങനത്തെ ഒരു ഇവൻറ്റ് നമ്മളെടുത്തു. ആ ഒരു ഇവൻറ്റിൽ ആ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദി പ്രോബബിലിറ്റീസ് ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് സാമ്പിൾ പോയിന്റ്. അപ്പോൾ ഇതിനകത്ത് ഓരോ സാമ്പിൾ പോയിന്റും ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതിൻ്റെ സമ്മാണ് ആ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡൈ ഈസ് ത്രോൺ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ഫോളോയിങ് ഇവൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഒരു ഡൈ ത്രോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടെ കുറച്ച് കുറേ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ ഫോളോയിങ് ഇവൻറ്റ്സിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സാമ്പിൾ സ്പേസ് S is equal to നമുക്ക് ടോട്ടൽ സാമ്പിൾ പോയിൻറ്റ്സ് വരുന്നത് 1 2 3 4 5 6 ആണ്. അത് നമ്മൾ എഴുതി വെക്കുക. ദെൻ ഫസ്റ്റ് നമ്മുടെ 1ാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ഞാൻ E എന്നെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെടുക്കാം. എ പ്രൈം നമ്പർ വിൽ അപ്പിയർ. പ്രൈം നമ്പർ അപ്പിയർ ചെയ്യാന്ന് പറഞ്ഞാൽ മീൻസ് അതാണ് നമ്മുടെ ഇവൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, ദെൻ 5 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇത്രയും പ്രൈം നമ്പേഴ്സാണ് ഉള്ളത്. ടോട്ടൽ പ്രൈം നമ്പേഴ്സ് എത്ര? ഇതിനകത്ത് ഈ ഒരു സെറ്റിനകത്ത് 3 പ്രൈം നമ്പേഴ്സേ ഉള്ളൂ. ഇനി ഇതിനകത്ത് 2 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അതായത് P of E ഈസ് ഈക്വൽ ടു സം ഓഫ് P of omega I, where omega I belongs to S. സോ ഇതിനകത്ത് ഈ 2 ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി 1/6 ആണ്. അതായത് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 6 ആണ്.
അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഔട്ട് ഓഫ് 6 2 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. പ്ലസ് അടുത്ത എന്താണ് 3 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്, അതും 1/6 ആണ്. അടുത്തത് 1/5 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി അതും 1/6 ആണ്. മീൻസ് 5 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. ഇതങ്ങനെ വരും 3/6 എന്ന് വരും. നമുക്കതിനെ 1/2 എന്ന് എഴുതാം. അപ്പോൾ എന്താണ് പ്രൈം നമ്പർ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ് ഒരു ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തത് സെക്കൻഡ് ഇവൻറ്റ് വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വിൽ അപ്പിയർ. എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ 3നേക്കാൾ ഗ്രേറ്ററോ അല്ലെങ്കിൽ എന്താണ് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ 3 നമുക്ക് ചൂസ് ചെയ്യാം, ദെൻ 4 നമുക്ക് ചൂസ് ചെയ്യാം, 5 നമുക്ക് ചൂസ് ചെയ്യാം, 6 നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അഗെയിൻ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് ഞാൻ ഇതിനെ എഫ് ആയിട്ട് എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എടുക്കാം. നമുക്ക് എന്താണ് സം ഓഫ് പി ഓഫ് ഒമേഗ ഐ ആണ്. വേറെ ഒമേഗ ഐ ബിലോങ്സ് ടു എസ് ആണ്, സാമ്പിൾ സ്പേസ് എസ് ആണ്. ദെൻ നമുക്ക് എങ്ങനെയാണ് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി. ഇപ്പോൾ 3 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഔട്ട് ഓഫ് എന്താണ് 6 സാമ്പിൾ പോയിൻറ്റ്സ് എന്താണ് 1/6. ദെൻ 4 ഒക്കർ ചെയ്യാൻ 1/6. ദെൻ 5 ഒക്കർ ചെയ്യാൻ 1/6. ദെൻ 6 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/6. ദെൻ 4/6. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2/3 എന്ന് എഴുതാം. 2/3 എന്ന് എഴുതാം. ഇതാണ് എന്ത് ഈ 3നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നമ്പർ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് when we throw a die. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതായത് 1നേക്കാൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഞാൻ വെറുതെ എക്സ് എന്ന് എടുത്തതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ എടുക്കാം, ജസ്റ്റ് ഒരു പേരിനെടുത്തതാണ്. അത് എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വിൽ അപ്പിയർ. അപ്പോൾ ഇതിനകത്ത് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ഇവിടെ ആരും വരാനില്ല. ദെൻ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. അപ്പോൾ നമുക്ക് സെറ്റ് എന്താണ് 1 എന്ന് എടുക്കാം. അപ്പോൾ ഈ ഒരു സെറ്റിന് പേരുണ്ട് സിംഗിൾട്ടൺ സെറ്റ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് സിമ്പിൾ ഇവൻറ്റ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഈ ഒരു ഇവൻറ്റിനെ ഞാൻ എന്താണ് അഗെയിൻ ഒരു E2 എന്ന് പേര് കൊടുത്തു. അപ്പോൾ ദെൻ ഈ പി ഓഫ് E2 ഈസ് ഈക്വൽ ടു അഗെയിൻ എന്താണ് സം ഓഫ് പി ഓഫ് ഒമേഗ ഐ ആണ്. അപ്പോൾ ഇതിനകത്ത് 1 ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് 1/6 ആണ്. ഇതിനകത്ത് വേറെ ഒന്നും നോക്കാനില്ല, പ്രോബബിലിറ്റി 1/6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എ നമ്പർ മോർ ദാൻ 6 വിൽ അപ്പിയർ. നമ്പർ മോർ ദാൻ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എ നമ്പർ എക്സ് ഗ്രേറ്റർ ദാൻ 6നേക്കാൾ വലിയൊരു നമ്പർ ഒക്കർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് 5 എന്ന് എഴുതാം. അപ്പോൾ പി ഓഫ് 5 ഈസ് ഈക്വൽ ടു 0 ആണ്. സോ എന്താണ് ഇതിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. അടുത്തത് എ നമ്പർ ലെസ് ദാൻ 6 വിൽ അപ്പിയർ. എ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനകത്തുള്ള 6 അല്ലാത്ത എല്ലാ നമ്പറും വരും. അപ്പോൾ എക്സ് ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ എന്താണ് 1 2 3 4 5 എന്ന് വരും. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഈ ഇവൻറ്റിന് ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്, വെറുതെ പേര് കൊടുത്താൽ മതി, ഒരു E3 എന്ന് പേര് കൊടുക്കാം. ദെൻ സം ഓഫ് പി ഓഫ് ഒമേഗ ഐ ആണ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് ഇവൻറ്റ് ഈസ് 1/6 പ്ലസ് 1/6. നമുക്ക് എന്താണ് ഇതിനകത്ത് എത്ര ഇവൻറ്റ്സ് 5 എണ്ണം ഉണ്ട്, എല്ലാം ഈക്വൽ പ്രോബബിലിറ്റിയാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം 5/6 എന്ന് എഴുതാം. അപ്പോൾ ഇത് പ്രോബബിലിറ്റി ഇത്രയേ ഉള്ളൂ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടുത്തെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാർഡ്സിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് എ കാർഡ് ഈസ് സെലക്റ്റഡ് ഫ്രം എ പാക്ക് ഓഫ് 52 cards. ഹൗ മെനി പോയിൻറ്റ്സ് ആർ ദർ ഇൻ എ സാമ്പിൾ സ്പേസ്? കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ കാർഡ് ഈസ് എൻ ഏസ് ഓഫ് ദി സ്പേഡ്സ്. കാൽക്കുലേറ്റ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ കാർഡ് ഈസ് എൻ ഏസ് എ ബ്ലാക്ക് കാർഡ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ആ കാർഡ്സിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനകത്ത് ഫിഗർ ഒന്നും തന്നിട്ടില്ല. ഇതാണ് എന്ത് കാർഡ്സ് വരുന്നത്. ഇതിനകത്ത് എത്രയാണ് 52 കാർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ അതിനകത്ത് റെഡ് കളർ കാർഡ് വരുന്നത് എത്ര എണ്ണമാണ് 13 26 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ വരുന്നത് 26 എണ്ണം തന്നെയാണ്. ഇനി അതിനകത്ത് മീൻസ് 1 അതായത് 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എന്താണ് 4 അതായത് എന്താണ് 4 സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട്. അതിനകത്തെല്ലാം എന്താണ് 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് വരുന്നുണ്ട്. ദെൻ ഏസ് വരുന്നത് എന്താണ് 4 കാർഡിലാണ് വരുന്നത്.
അതുപോലെ 4 കിങ്, 4 ക്യൂന്, അതുപോലെ 4 ജാക്ക്. അപ്പോൾ ഇതാണ് ഈ ഒരു എന്താണ് കാർഡ്സ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ് 52 കാർഡിൽ എത്ര സാമ്പിൾ പോയിന്റ് ഉണ്ടാവും, ഹൗ മെനി പോയിന്റ്സ് ആർ ദർ ഇൻ എ സാമ്പിൾ സ്പേസ്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ എത്ര പോയിന്റ് ഉണ്ടാവും, അതായത് സാമ്പിൾ പോയിന്റ് എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 52 ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 52 സാമ്പിൾ പോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ പോയിന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എത്രയായിരിക്കും, 52 ആയിരിക്കും. അപ്പോൾ എയുടെ ആൻസർ 52 എണ്ണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് ചോദിച്ചിട്ടുള്ളത്, അടുത്തെന്താണ്, കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് എൻ ഏസ് ഓഫ് സ്പേഡ്സ്. സ്പേഡ്സിൽ എത്ര ഏസ് വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്, 1 വരുള്ളൂ. 1/52 ആയിരിക്കും പ്രോബബിലിറ്റി. അപ്പോൾ ടോട്ടൽ നമ്പർ എത്രയാണ്, 52 ആണ്. then അടുത്ത ചോദിച്ചിട്ടുള്ളത് എന്താണ്, എൻ ഏസ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണമാണ്, 4 4 വരുന്നുണ്ട്. സോ 4/52 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ചോദിക്കുകയാണെന്നുണ്ട് എന്താണ്, ബ്ലാക്ക് കാർഡ് ആകുമ്പോൾ 26 വരുന്നുണ്ട്. അപ്പോൾ 26/52. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ എഴുതാം, ഓരോ ഇവൻ്റ് ആയിട്ട് പേര് കൊടുത്തിട്ട് എഴുതാം. then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ കോയിൻ വിത്ത് 1 മാർക്ക്ഡ് ഓൺ one face and 6 on the other and a fair die are both tossed. അപ്പോൾ ഒരു കോയിൻ്റെ മേലെ എന്താണ്, ഒരു സൈഡിൽ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്, അതർ സൈഡിൽ 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ഒരു ഫെയർ ഡൈ എന്ന് പറയുമ്പോൾ 1 to 6 മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡൈ. ഇത് രണ്ടും കൂടി എന്താണ്, രണ്ടും ടോസ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് നമ്പേഴ്സ് ദാറ്റ് ടേൺ അപ്പ് ഇൻ ഈസ് 3 and 12. അപ്പോൾ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് അതായത് അപ്പ് സൈഡിലേക്ക് വരുന്നത് നമ്പേഴ്സിൻ്റെ പെയർ എന്താണ്, നമ്പേഴ്സിൻ്റെ പെയറാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മ് എത്രയാണ്, 3 ആവുന്നതും 12 ആവുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കെന്താണ്, എന്താണ് ഒരു കോയിൻ തന്നിട്ടുണ്ട്, അതിൻ്റെ മേലെ മാർക്ക് ചെയ്തിട്ടുള്ള 1 എന്നും 6 എന്നുമാണ്. ദെൻ ഒരു ഡൈ തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ മേലെ 1 to 6 ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് ആദ്യം നമുക്ക് എഴുതാം. അതിനെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടാൽ മതി. അപ്പോൾ എന്ത് വരും, 1 1 1 2 1 1 4 then 1 5 1 6 വരും. അടുത്ത് നോക്കുകയാണെങ്കിൽ 6 1 6 2 6 3 6 4 6 5 then 6 6 എന്ന് വരും. ഇതാണ് നമ്മളുടെ സാമ്പിൾ സ്പേസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്, അതിനകത്ത് ഇവൻറ്റ് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് നമ്പേഴ്സ് ദാറ്റ് ടേൺ അപ്പ് ഈസ് 3. അപ്പോൾ മുകളിൽ കാണുന്ന നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 3 ആവുന്നതിനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ആവാനുള്ള പ്രോബബിലിറ്റി 1 + 2 എന്താണ്, 3 ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിനകത്ത് ഒന്നുമില്ല. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സം ഈക്വൽ ടു 3. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, അതല്ലെങ്കിൽ ഈ ഇവൻറ്റിന് ഒരു പേര് കൊടുക്കുക, P(e) എന്നോ P(a) എന്നോ പേര് കൊടുക്കുക. എന്താണ് ഇതിനകത്ത് ഒക്കർ ചെയ്യുന്നത്, എത്രയാണ്, ഒരൊറ്റ എണ്ണമാണ്. ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ പോയിൻറ്റ്സ് എത്രയാണ്, 12. അപ്പോൾ 1/12 ആണ് പ്രോബബിലിറ്റി. അടുത്ത ചോദിച്ചിട്ടുള്ള എന്താണ്, സം 12 ആവാനുള്ള പ്രോബബിലിറ്റി. ഇതിനകത്ത് സം 12 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റെണ്ണം തന്നെ ഉള്ളൂ. അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ് വരുന്നത്, 1/12 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. There are 4 men and 6 women on the city council. If one council member is selected for a committee at random, how likely is it is a woman? അപ്പോൾ എന്താ പറയുന്നത്, അവിടെ ഒരു 4 men ഉണ്ട്, 6 women ഉണ്ട് സിറ്റി കൗൺസിലിൽ. അപ്പോൾ അതിനകത്ത് നമ്മളൊരു മെമ്പറിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കൗൺസിൽ മെമ്പറിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വുമൺ ആവാനുള്ള ചാൻസ് എന്തോരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മീൻസ് നമുക്കുള്ള സാമ്പിൾ പോയിൻറ്റ്സ് എത്ര എണ്ണമാണ്, 10 സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 men ഉണ്ട്, 6 women ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ പോയിൻറ്റ്സ് 10 ആണ്. ദെൻ ഇതിനകത്ത് ഇവൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മളെന്താണ്, ഒരൊറ്റ ആളേനെ നമുക്ക് ചൂസ് ചെയ്യണ്ടുള്ളൂ.
ഇവിടെ ഫേവറബിൾ ഇവൻറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? 6 നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ് എത്രയാണ്? 10 ആണ്. സോ എന്താണ് ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? 6/10 ആണ്. അതിന് വേണമെങ്കിൽ നമുക്ക് 3/5 എന്ന് എഴുതാം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് ആകെയുള്ള എന്താ പറയുന്നത് സാമ്പിൾ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഔട്ട്കംസ് അല്ലെങ്കിൽ റിസൾട്ട്സ് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 10 എണ്ണം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രോബബിൾ ആയിട്ടുള്ള അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത് സാമ്പിൾ പോയിൻറ്റ്സ് ഒരു ഇവൻ്റ് ഒക്കെ അറിയാൻ, അതായത് നമ്മുടെ ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു കൗൺസിൽ മെമ്പറിനെ ചൂസ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ചൂസ് ചെയ്യാൻ ഏതിൽ നിന്നൊക്കെ പറ്റും നമുക്ക് ഇവിടെ ഇതിനെങ്ങനെ എഴുതാം? M1, M2, M3, M4 എന്നും അതുപോലെ തന്നെ W1, W2, W3, W4, W6 വരെ എഴുതാം. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മളുടെ ഇവൻ്റ് എന്ന് പറയുന്നത് W1 മുതൽ W6 വരെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള സാമ്പിൾ പോയിൻറ്റ്സ് എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നും ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1/10 ആണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 6 പേരുണ്ട്. സോ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 6/10 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കെന്താണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.